മത്സരങ്ങൾ എപ്പോഴും ആനന്ദകരമായ കൂട്ടായ്മയുടെ അടയാളമാണ്. അത് വളർച്ചയുടെയും അടയാളമാണ്. മത്സരങ്ങളിൽ പങ്കെടുത്ത ഏവരെയും നന്ദിയോടെ ഓർക്കുകയും വിജയികളെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. ഇവിടെ നമ്മൾ പിതൃവേദി 4 മത്സരങ്ങളാണ് നടത്തിയത്. അതിൻ്റെ വിജയികൾക്ക് സമ്മാനം നൽകുകയാണിപ്പോൾ. ആദ്യമായി സങ്കീർത്തനം ചൊല്ലിയവർക്കാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത്. ജോസഫ് മൈക്കൽ, സെന്റ് തോമസ് ചർച്ച്, കോവിൽ പതാകെ. ജോസഫ് മൈക്കൽ ആൻഡ് ഫാമിലി, വിത്ത് ഫാമിലി. സമ്മാനം നൽകാനായി സ്നേഹത്തോടെ പിതാവിനെ ക്ഷണിക്കുന്നു. സെക്കൻഡ് പ്രൈസ് ജോബിൻ KM, സെന്റ് പീറ്റേഴ്സ് ഫെറണ ചർച്ച്, IAF ആവടി. ജോബിൻ KM ആൻഡ് ഫാമിലി. തേർഡ് പ്രൈസ് അനക്സി വർഗീസ് ജോർജ്, സെന്റ് മേരീസ് ചർച്ച്, ഗൗരിമേഡ്, പോണ്ടിച്ചേരി. തേർഡ് പ്രൈസ് വിജയി എത്തിയിട്ടില്ല. അടുത്തത് സെന്റ് ജോസഫ് സോങ്. ഫസ്റ്റ് പ്രൈസ് അനീഷ് അലോയി, നൂത്തഞ്ചേരി ചർച്ച്, വേലാച്ചേരി. പുള്ളി ഇല്ലാത്തവരെ അവരവരുടെ പ്രസിഡന്റ് വന്ന് വാങ്ങാവുന്നതാണ്. കൺഫ്യൂസ് ആവും. സെക്കൻഡ് പ്രൈസ് മോൺസി തോമസ്, സെക്കൻഡ് ഹാർട്ട് ചർച്ച്, കിൽക്കേട്ടൽ, വിത്ത് ഫാമിലി. മോൺസി തോമസ് ആൻഡ് ഫാമിലി. തേർഡ് പ്രൈസ് ജിനോ വാഴപ്പള്ളി, സെന്റ് ആന്റണി കത്തീഡ്രൽ ചർച്ച്, നൂത്തഞ്ചേരി. നൂത്തഞ്ചേരിയിൽ വന്നിട്ടില്ലെങ്കിൽ പ്രസിഡന്റ് വന്ന് വാങ്ങാം. തേർഡ് പ്രൈസ് ജിനോ വാഴപ്പള്ളി എത്തിയിട്ടില്ല. അവരുടെ പ്രസിഡന്റാണ് വാങ്ങുന്നത്. അടുത്തത് റീൽസ് കോമ്പറ്റീഷൻ. ഫസ്റ്റ് പ്രൈസ് ജസ്റ്റിൻ ജോസ്, സെന്റ് ആന്റണി കത്തീഡ്രൽ ചർച്ച്, നൂത്തഞ്ചേരി. ജസ്റ്റിൻ ജോസ് ആൻഡ് ഫാമിലി എത്തിയിട്ടില്ല. അവരുടെ പ്രസിഡന്റ്. സെക്കൻഡ് പ്രൈസ് യൂജിൻ ഫ്രാൻസിസ്കോ, സെന്റ് മരിയൻ ത്രേസ ചർച്ച്, ചെങ്കൽപ്പേട്ട്. Third prize Jamie C. John, St. Peter's Farona Church, IAF Avadi. അടുത്തത് കപ്പിൾ ഡാൻസ്. ഫസ്റ്റ് പ്രൈസ് ഷിൻഡോ ആൻഡ് വിസി, സെന്റ് ജോസഫ് ചർച്ച്, പെരമ്പൂർ. സെക്കൻഡ് പ്രൈസ് CV തോമസ് ആൻഡ് റീസ തോമസ്, സെന്റ് തോമസ് ചർച്ച്, കോവിൽ പതാകെ. തേർഡ് പ്രൈസ് ഷിജോ ആൻഡ് സൗമ്യ, സെന്റ് തോമസ് ചർച്ച്, അയനാപുരം. അവരെത്തിയിട്ടില്ല. അവരുടെ പ്രസിഡന്റ് വേണമെങ്കിൽ വാങ്ങാവുന്നതാണ്. അടുത്തതായി നമ്മുടെ പിതൃവേദിയിൽ നിന്ന് 2 പേർ സമ്പൂർണ്ണ ബൈബിൾ എഴുതിയിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം എഴുതാമായി നമ്മൾ എന്തോരം പ്രയാസപ്പെട്ടത്. അപ്പോൾ ഒരു സമ്പൂർണ്ണ ബൈബിൾ എഴുതുക എന്ന് പറയുന്നത് എന്തൊരു കഷ്ടമുള്ളതാണ്. എന്നിട്ടും നമ്മുടെ അപ്പന്മാരിൽ കരുത്തരായ 2 പേരുണ്ട്. അവര് സമ്പൂർണ്ണ ബൈബിൾ എഴുതിയിരിക്കുകയാണ്. അവരിവരാണ് മാത്യു തോമസ്, പെരമ്പൂർ, സെന്റ് ജോസഫ് ചർച്ച്.
അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ TP ആന്റണി പട്ടാഭിരാം, ഇൻഫാന്റ് ജീസസ് ചർച്ച് പട്ടാഭിരാമം. അവരിപ്പോൾ സമ്പൂർണ്ണ ബൈബിളുമായിട്ട് വരുന്നതാണ്. അപ്പോൾ നല്ലൊരു കൈയ്യടി കൊടുക്കാം. മാത്യു തോമസ് ചേട്ടന് നല്ലൊരു കൈയ്യടി കൊടുക്കാം. അടുത്തതായി പട്ടാഭിരാമം ഇൻഫാന്റ് ജീസസ് ചർച്ച് പട്ടാഭിരാമിൽ നിന്നും TP ആന്റണി ചേട്ടൻ. ആന്റണി ചേട്ടൻ ഒരു കൈയ്യടി കൊടുത്ത, ഒരു ഉഷാറില്ലല്ലോ. ഇന്നിവിടെ ബൈബിൾ എഴുതിയവരിൽ നിന്നും നമ്മൾ ആകെ 110 പേരാണ് മത്തായിയുടെ സുവിശേഷം സക്സസ് ആയി എഴുതി തീർത്തത്. അവരിൽ നിന്നും നമ്മൾ 3 പേരെ ഇപ്പോൾ ഇവിടെ ഉച്ചയ്ക്ക് നമ്മൾ തിരഞ്ഞെടുക്കുകയുണ്ടായി. അതിൽ വിന്നറായത് സാലു ജോസ് ഒട്ടേരി. CK ജോൺസൺ അത്തിപ്പേട്. ജോസഫ് ടെനി. ജോസഫ് ടെനി. നമ്മളിവിടെ 2 ലക്കി ഡ്രോ നടത്തിയിരുന്നു. അതിൽ വിന്നറായവരാണ്. അടുത്ത സമ്മാനം അൽഫോൻസ, സെന്റ് തോമസ് ചർച്ച് അയനാപുരം, ലക്കി വിന്നർ. അടുത്ത ആള് സിബി ചാൾസ്, സെന്റ് പീറ്റേഴ്സ് IAF ആവടി. നമ്മൾ പിതൃവേദി 4 മത്സരങ്ങളാണ് ഇവിടെ നടത്തിയത് ഓൺലൈനിൽ. അത് 3 ഫാമിലിയും 3 ഐറ്റത്തിൽ പങ്കെടുക്കുകയും ബൈബിൾ എഴുതുകയും ചെയ്തു. ആ 3 ഫാമിലിയാണ് CV തോമസ് കോവിൽ പതാകെ, ജോവിൻ KM IAF ആവടി, സൈമൺ KJ IAF ആവടി. ഇവരിൽ 3-ൽ നിന്നും ഏറ്റവും പ്രായം കൂടിയ 76 വയസ്സുണ്ടായിട്ടും സ്വന്തമായി പാട്ടുപാടി ഡാൻസ് ചെയ്തു. നമ്മളിലെ അപ്പന്മാർ 25 വയസ്സുണ്ടായിട്ടും കഷ്ടപ്പെടുകയാണ്. അതുപോലെ തന്നെ ബൈബിൾ എഴുതി തീർക്കുകയും ചെയ്തു. സെന്റ് ജോസഫിന്റെ സോങ് പാടി സങ്കീർത്തനം ചൊല്ലി. ആ ചേട്ടന് വരാൻ സാധിച്ചിട്ടില്ല. ആ ചേട്ടന് ഒരു സമ്മാനമുണ്ട്. നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം 7-ാം തിരുവചനമാണ് നമ്മൾ കസാരയിൽ ഒട്ടിച്ചത്. അത് മനപ്പാട് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈപൊക്കിയാൽ അവർക്ക് സമ്മാനം തരാം. നിയമാവർത്തന പുസ്തകം 4:7 അറിയുന്ന ആരെങ്കിലും ഉണ്ട്? അത് എല്ലാവർക്കും അറിയേണ്ട ഒരു വചനമാണ് കേട്ടാ. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥമായിരിക്കുന്നത് പോലെ ദൈവം ഇത്രമാത്രം അടുത്തുള്ള മറ്റേത് ശ്രേഷ്ഠ ജനതയാണുള്ളത്. അത് വചനം പഠിച്ചോ. നിയമാവർത്തനം 4:7. അഭിനന്ദനം അർഹിക്കുന്നവന് കൊടുക്കുമ്പോൾ കൂടുതൽ പ്രവർത്തിക്കാനുള്ള ഊർജമായി അത് മാറ്റപ്പെടുകയാണ്. ചില പ്രവർത്തനം പദ്ധതികളുടെ ആരംഭം ചില നിമിഷങ്ങളിൽ ചരിത്രമായി മാറുന്നു. അപ്രകാരമായി അല്ല ഒരു കപ്പിൾ വന്നിട്ടുണ്ട് ഇപ്പോഴേ ജൂബിലി ആഘോഷിക്കുന്നത്. അല്ല, ഇത് കഴിഞ്ഞിട്ടല്ലേ നമ്മൾ പാട്ട് ആദരിച്ച് കഴിഞ്ഞിട്ടല്ലേ പറഞ്ഞു കൊടുത്തത്. അല്ല, ഇത് ആദരിക്കുന്നത് ഓക്കെ.
ചില പ്രവർത്തനങ്ങളും പദ്ധതികളുടെ ആരംഭം ചില നിമിഷങ്ങളിൽ ചരിത്രമായി മാറും. അപ്രകാരം ചരിത്രമായി മാറിക്കൊണ്ടിരിക്കുന്ന പിതൃവേദിയുടെ 2 പ്രവർത്തനങ്ങളാണ് പിതാ ബ്ലഡ് ബാങ്കും പ്രവാസി പെൻഷനും. ഈ പദ്ധതികൾ തുടക്കം കുറിച്ച് ഹൃദയത്തിൽ ആവഹിച്ച് പ്രവർത്തിച്ച ആരംഭ പ്രവർത്തകരെ രൂപതാ പ്രതിവേദി ഒന്നുചേർന്ന് ആദരിക്കുന്നു. പ്രവാസി പെൻഷനിൽ നിന്ന് ബെന്നി തോമസ് മൈലാപ്പൂർ. ബെന്നി ചേട്ടനെ ക്ഷണിക്കുന്നു. അടുത്തതായി സാലു ജോസ് ഒട്ടേരി. അടുത്തതായി സെബാസ്റ്റ്യൻ ആനത്തോട്ടം അസിസ്റ്റന്റ്. ബ്ലഡ് ബാങ്കിന് വേണ്ടി പ്രവർത്തിച്ച ആന്റണി കുര്യൻ. നമ്മൾ സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന ഒരു ഫാമിലി വരാണ്. അല്പം താമസിച്ചു പോയി, അവരിപ്പോൾ എത്തിയിട്ടുണ്ട്. ജോസഫ് പനിച്ചിക്കൽ ആൻഡ് സോളി മേരി ജോസഫ്. അവരെ സ്റ്റേജിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മൾ ഫോട്ടോ എടുക്കുകയും പിതാവ് അവിടെ പോയിട്ട് വ്യക്തമായിട്ടുള്ള